ജീവിതത്തിൽ നാം എങ്ങോട്ടു തിരിയണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണോ? ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങൾക്ക് മുൻപിൽ ഒരു പുതിയ വഴി തെളിയും. ഈ നിമിഷം മനസ്സറിഞ്ഞ കൃപാസനം അമ്മയുടെ തിരുമുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കൂ. അമ്മേ, എൻ്റെ മനസ്സിലെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വലിയ ഭാരവും അസ്വസ്ഥതകളും ഞാൻ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം എനിക്ക് തണലാകട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്തു പിടിക്കണമേ. വിശ്വാസത്തോടെ അമ്മയോട് ചേരുമ്പോൾ അത്ഭുതം സംഭവിക്കും. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അമ്മയുടെ സ്വർഗീയ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. ഈ നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ മുഴുവൻ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കടബാധ്യതയും സാമ്പത്തിക തടസ്സങ്ങളും മാറുവാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ അല്ലാതെ ഈ പ്രാർത്ഥന അമ്മ കേൾക്കില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും കാരണം ജീവിതം മടുത്തുവെങ്കിൽ ഈ നിമിഷം കൃപാസനം അമ്മയുടെ മധ്യസ്ഥത തേടുക. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തെ തളർത്തുന്ന സകല സാമ്പത്തിക തടസ്സങ്ങളും കടഭാരങ്ങളും അമ്മയുടെ ദിവ്യകുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മാറ്റിത്തരേണമേ. ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിച്ച് വീട്ടിൽ സമാധാനവും സമൃദ്ധിയും നിറയ്ക്കണമേ. വിശ്വസിക്കുന്നവർക്ക് മുൻപിൽ കൃപാസനം അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പരിശുദ്ധ മാതാവേ, ഈ നിമിഷം പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന നിരവധി മക്കളുണ്ട്. രോഗത്താൽ വിഷമിക്കുന്നവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ നിരന്തരം അലട്ടുന്ന രോഗവും മനസ്സിൻ്റെ ആധിയും ഈ നിമിഷം മാറിപ്പോകും. വിശ്വാസത്തോടെ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കൂ. കൃപാസനം അമ്മയുടെ അത്ഭുതകരമായ മാതൃ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. കൃപാസനം അമ്മേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും വേട്ടയാടുന്ന സകല രോഗങ്ങളെയും ഭയത്തെയും അമ്മയുടെ മധ്യസ്ഥതയാൽ സൗഖ്യമാക്കണമേ. ഈ നിമിഷം രോഗസൗഖ്യം ആവശ്യമുള്ള വ്യക്തികളെ സമർപ്പിക്കുക. രോഗം ഏത് രോഗമാണോ ആ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൃപാസനം അമ്മയുടെ ദിവ്യകരങ്ങളാൽ എന്നെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പരിശുദ്ധ മാതാവേ, രോഗത്താൽ വിഷമിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആരെല്ലാം പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടോ അവരുടെ രോഗങ്ങളെ ഈ നിമിഷം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന അമ്മയാണ്. നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നടക്കുവാൻ കൃപാസന അമ്മയോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കൃപാസന മാതാവേ, എൻ്റെ ഹൃദയത്തിലെ ഈ വലിയ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം നിയോഗം എന്താണോ അതിപ്പോൾ അമ്മയോട് പറയുക. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും നിരവധി നാളുകളായി സങ്കടപ്പെടുന്ന, നടക്കാതിരിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ നിമിഷം അമ്മയെ ഏൽപ്പിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ. അമ്മയുടെ തിരുമുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ നിയോഗം ഇന്നു മുതൽ എൻ്റേതല്ല, അമ്മയുടേതാണ്. അമ്മ ഏറ്റെടുത്ത് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിന്ന് എനിക്ക് ഉത്തരം വാങ്ങിത്തരണമേ. എനിക്ക് പരിഹാരം വാങ്ങിത്തരണമേ. അമ്മയുടെ തിരുമുൻപിൽ മുഴുവൻ നിയോഗങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എൻ്റെ വിലാപം കേട്ട് എനിക്ക് മുൻപിൽ വാതിലുകൾ തുറന്നു തരണമേ. പരിശുദ്ധ മാതാവേ, വിശ്വാസത്തോടെ അമ്മയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങളെ തേടി നല്ല വാർത്ത വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിനും തടസ്സങ്ങൾ മാറുവാനുമായി ഞാൻ ആഗ്രഹിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും നേരെ വരുന്ന സകല തടസ്സങ്ങളെയും
തകർത്തെറിയുന്ന ശക്തിയുള്ള പ്രാർത്ഥനയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. സകല തിന്മകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെ അമ്മയുടെ നീല മേലങ്കിയാൽ മറച്ചു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കാൽവെപ്പുകളിലെ എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ വഴികളെ നേരെ ആക്കണമേ. പരിശുദ്ധ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിയണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുമെന്നും ഞങ്ങൾക്ക് വഴികൾ തുറന്നു തരുമെന്നും വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മുഴുവൻ നിയോഗങ്ങളും ഒരിക്കൽ കൂടി അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടണമേ. എൻ്റെ അപേക്ഷകൾ എനിക്ക് സാധിച്ചു തരണമേ. അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, എൻ്റെ ഭവനത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു, രോഗങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, നാളിതുവരെ നടക്കാത്ത നിയോഗങ്ങൾ, മക്കൾ, പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്തവർ, ജോലിയില്ലാത്തവർ, വിസ തടസ്സം, പഠന തടസ്സം തുടങ്ങി നിരവധിയായ നിയോഗങ്ങളെ അമ്മയുടെ കാൽക്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായും കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം അമ്മേ, എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിയണമേ. എല്ലാ തിന്മകളിൽ നിന്നും കാത്തുപരിപാലിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്തു കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ നാളെയും പങ്കുചേരുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി.